നമ്മള് മഞ്ഞില് കളിക്കാൻ വേണ്ടി വന്നു. നമുക്ക് മഞ്ഞ് മഴയും കൂടിയാണ് കിട്ടിയത് കേട്ടോ. അടിപൊളി. ഈ ഫീലർ ഒന്നൊന്നര ഫീലാണ് കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര സൂപ്പർ ഫീലിംഗ് ആണേ. ഹലോ, നമസ്കാരം. ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കണേ. നമ്മളിപ്പോൾ ഉള്ളതാണ് സ്നോവി മൗണ്ടെയിൻ. കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ സ്നോവി മൗണ്ടെയിൻസിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ആ യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സിഡ്നിയിൽ നമുക്ക് മഞ്ഞ് പെയ്യുന്ന അല്ലെങ്കിൽ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിലൊരിക്കൽ ഈ ഒരു സീസൺ ആവുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമാണ് സ്നോവി മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. സിഡ്നിയിൽ നിന്ന് നമുക്കൊരു 5 to 6 hours സ്ട്രെയിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് എത്താനായിട്ട്. അപ്പം നമ്മളൊരു വീക്കെൻഡാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നമ്മളൊരു 2 night സ്റ്റേ ബുക്ക് ചെയ്തത് ജിൻഡാബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതിനു മുൻപ് നമ്മൾ 2 തവണ പോയപ്പോഴും നമ്മൾ 1 night സ്റ്റേ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ നമ്മൾ 2 ദിവസം നമ്മളോട് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചത്. നോർമലി ഇവിടെ ആളുകൾ പോകുന്നത് പെരിഷർ വാലി അല്ലെങ്കിൽ ത്രെഡ്ബോ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മളും ഇത്തവണ പോയത് അങ്ങോട്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ പെരിഷർ വാലിയിലേക്കാണ് പോയത്. സെക്കൻഡ് ഡേ നമ്മൾ ത്രെഡ്ബോയിൽ പോയി. അപ്പോൾ നമ്മുടെ യാത്രയിലെ കുറേ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. നമ്മൾ അങ്ങോട്ടാണ് കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ ഒന്ന് നിർത്തി നമ്മുടെ ജാക്കറ്റ്സും സാധനങ്ങളൊക്കെ ഇടാണ് എല്ലാവരും. സിഡ്നിയിൽ നമുക്കങ്ങനെ സ്നോ ഒന്നും പെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സ്നോ പെയ്യാറില്ല എന്ന് പറയാൻ പറ്റില്ല. സിഡ്നിയിൽ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് സ്നോ വരുന്നത്. അപ്പോൾ നമ്മൾ സ്നോ കാണാനായിട്ട് നമ്മൾ ഇയർലി നമ്മൾ വരുന്നൊരു സ്ഥലമാണ് സ്നോവി മൗണ്ടെയിൻ. അപ്പം ഇതാണ് ആ കാണുന്ന മഞ്ഞുമല കേട്ടോ. ഇന്ന് ചെറിയൊരു മഴ പോലെ ഉണ്ട്. ഞാൻ ഗ്ലാസ് വെക്കാത്തതുകൊണ്ട് കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റില്ല. ചെറിയൊരു മഴ പോലെ ഉണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ, അടിപൊളിയുണ്ട്. നല്ലൊരു ഫീലാണ്. പൊന്നൂസ് വണ്ടിയിലിരുന്ന് ഉറങ്ങാണ്. മമ്മിക്കാണെങ്കിൽ ചെറിയൊരു കോൾഡും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും മമ്മീനെ ഞങ്ങൾ കൊണ്ടുവന്നു. അതാണ് മമ്മി വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പതുക്കെ എന്താ പറയുക മലയിലേക്ക് അങ്ങോട്ട് കയറാൻ പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ മഞ്ഞിൽ കളിക്കാൻ വേണ്ടി വന്നു. നമുക്ക് മഞ്ഞ് മഴയും കൂടിയാണ് കിട്ടിയത് കേട്ടോ. സ്നോഫോളാണ്. അടിപൊളിയായിട്ട് ഇതാകണ്ട. ഓ, എൻ്റെ ഷോൾഡറിലൊക്കെ നോക്ക്. സൂപ്പറായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നേ, അടിപൊളി. ഈ ഫീലർ ഒന്നൊന്നര ഫീലാണ് കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര സൂപ്പർ ഫീലിംഗ് ആണേ. ഓ, അടിപൊളി. Let's go, Bonya. Let's go. Let's go. Let's go. പിടിക്ക്, കയറുമ്പോ പിടിക്കിടാടെ.
മഴയും മഞ്ഞും എല്ലാം കൂടെ പെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് പോവാണ് കേട്ടാ. ഓ നല്ല തണുപ്പുണ്ടേ. മഞ്ഞിൽ വന്നിട്ട് പിന്നെ ചൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഓ മൈ ഗോഡ്. പൊന്നുസേ പൊന്നുസേ ലിറ്റിൽ ഡൈനോ ലിറ്റിൽ ഡൈനോ നമ്മളെങ്ങനെ പോണേ? മഞ്ഞിരിക്ക. നമ്മൾ മഞ്ഞിലാണ്. നമ്മൾ ടൊബോഗൻ ചെയ്യാൻ പോണോ? ഈശ്വര ഇങ്ങോട്ടാണല്ലോ. അയ്യോ വെതർ ഫോർകാസ്റ്റിൽ ഇന്നത്തെ ദിവസം ശരിക്കും ഒരു മഴയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പ് വെള്ളത്തിൽ മുങ്ങി പോകുന്ന എല്ലാവർക്കും നല്ല കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നല്ല സ്നോഫോൾ ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ. മഴ എപ്പോഴോ വന്നു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കാര്യമായ മഴ പെയ്തില്ല. നല്ല അടിപൊളി മഞ്ഞുമഴയാണ് ശരിക്കും പറഞ്ഞ പെയ്തത് കേട്ടോ. ഒന്ന് രണ്ട് തവണ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്നോഫോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി ഇത്തവണ നമ്മൾ സ്നോവി മൗണ്ടൻ പോയത്. ലിറ്റിൽ ഡൈനോ അങ്ങോട്ട് നോക്കിയേ. പൊന്നു ലിറ്റിൽ ഡൈനോ എവിടെയാ? ഇവിടെ നോക്കിയാടാ, ഇവിടെ നോക്കി മോനെ, ഇവിടെ നോക്കിയ. അയ്യോ പൊന്നു മുഖം കാണാല്ലേ? ഈശ്വരാ, അവിടെ നിന്ന് ഒരു കണക്കിന് ഇവിടെ എത്തി. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നുട്ടാ. എൻ്റെ അമ്മേ, ഓ ഇനി എണീപ്പിക്കുന്ന ഒരാളുണ്ട് വരും. നമുക്ക് ഫുൾ ഐസാണ്. നമ്മൾ ഇവിടെ നിന്ന് അധികം വൈകാണ്ട് പോകും കേട്ടോ. ഒരു 1.5 മണിക്കൂറിലധികമായി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകും. നമ്മൾ ഫുഡൊക്കെ കഴിക്കും. പിന്നെ ഈവനിങ് അവിടെ തന്നെ ആയിരിക്കും. നൈറ്റ് നമ്മളൊരു ഫാമിലി പബ്ബിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നാളെ നമ്മൾ ഒരു റോളർ കോസ്റ്റർ റൈഡും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സ്നോവി മൗണ്ടൻ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിവിയും കൊച്ചും കൂടെ ഒന്നും കൂടി മുകളിലേക്ക് കയറി പോയേക്കാം. ജസ്റ്റ് ഈ ടൊബോഗാൻ ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് ആക്ച്വലി നല്ലൊരു വിനോദമാണ് കേട്ടോ. അവിടെ നിന്ന് വിട്ട പോലെങ്കിൽ പോരുക, നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടൊബോഗാൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ സംഭവം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം എടുത്ത് മുകളിൽ പോയി അവിടെ നിന്ന് താഴോട്ട് ഒഴുകി വരുന്നൊരു പ്രതിഭാസം, അത് വളരെ എന്താ പറയുക ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അവിടെ ഫുൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പാർക്കിങ് അവിടെയാണ് കേട്ടോ. പൊന്നൂസിന് ഇനിയും ടൊബോഗാനിൽ പോകണമെന്നുണ്ട് ലീവ് വലിച്ചുകൊണ്ട് പോവാണ്. പുതുവെള്ളை മഴை இங்கு பொழிகின்றது இடம் கூட நனைகின்றது மனம் சூடான அலைகின்றது நதியே നീതാന നനനാനേ. വരി അറിയണ്ടായി പോയില്ല ദൈവം ഈ പാട്ടിൻ്റെ. സൂപ്പർ തന്നെ, സൂപ്പർ. അടിപൊളി ഫീലാണ് പൊന്നെ. നദിയൊരു ചൂട് നമ്മളിങ്ങനെ കേട്ടാർന്ന് ഈ ഐസിന്റെ അടിയിൽ ചെറിയ ലേക്ക് ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഉണ്ടെന്ന് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ത്രെഡ് ബോൾ വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ആൽപൈൻ കോസ്റ്റർ എന്നുകൊണ്ടൊരു ലൂജ് ഉണ്ട്, അതിൽ കയറാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് നടക്കുകയാണ്. നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇന്ന് കുറച്ച് സണ്ണിയാണ് കേട്ടോ. ഇന്നലെ ഭയങ്കര ക്ലൗഡിയും ചെറിയ മഴയൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല സ്നോഫോൾ ആയിരുന്നു ഇന്നലെ, പക്ഷെ ഇന്ന് നല്ല സണ്ണിയാണ്, നല്ല ക്ലിയർ വെതറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അവിടെ കാണാം. ത്രെഡ് ബോൾ നമ്മൾ ഇത്തവണ വന്നത് ആൽപൈൻ കോസ്റ്റർ എന്ന് പറയുന്ന ഇവരുടെ ഒരു പുതിയ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയൊരു റൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിനകത്ത് വൺ ടൈം കയറുന്ന പാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വട്ടം കയറി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ തവണ ഇതിൽ കയറാനായിട്ട് തോന്നും. നല്ല അടിപൊളി റൈഡാണ് കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഈ റൈഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ സ്പീഡ് നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു റോളർ കോസ്റ്റർ ഫീലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു റൈഡായിരുന്നു. അതുകൂടാതെ ഇവിടെ ഗൊണ്ടോള റൈഡ് ഉണ്ട്, സ്കീയിങ് ചെയ്യാം. ഇവിടെ ടൊബോഗാൻ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പെർഷ്യർ വാലിനേക്കാൾ കുറച്ചും കൂടി തിരക്ക് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തു. ഈ ഒരു റൈഡിലും കൂടെ കയറി പിന്നെ കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പിരിയാനായിരുന്നു നമ്മുടെ പ്ലാൻ. എനിവേയ്സ് നമ്മുടെ ഒരു സ്നോവി മൗണ്ടൻ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മഞ്ഞുമഴ തന്നെയായിരുന്നു കേട്ടോ ഇത്തവണത്തെ സ്നോവി മൗണ്ടൻ ട്രിപ്പിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു എന്താ പറയുക സ്നോവി മൗണ്ടൻ യാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു.
അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.